ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ചൈനീസ് ഇൻഡെക്സിൽ 10 ഇയർ 4 ഇയർ ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് കോസ്പി ഇൻഡെക്സ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500 ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നാസ്ഡാക്കും റസൽ 2000 ഇൻഡെക്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ US ഫെഡ് 1% നിരക്കിൽ ഈ വർഷം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് US ഫെഡറൽ റിസർവിൻ്റെ ഗവർണർ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലെ പോസിറ്റീവ് ക്ലോസിന് കാരണം. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളിലും മറ്റ് സ്റ്റോക്കുകളിലേക്ക് ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു സെക്ടർ റൊട്ടേഷനാണ് അമേരിക്കയിൽ കാണുന്നത്. വലിയ ടെക്നോളജി സ്റ്റോക്കുകളിൽ നിന്ന് മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇൻവെസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും ഇത് വീണ്ടും അമേരിക്കയിലെ S&P 500 വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നൽകാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ഹാർഡ്വെയർ, അതായത് ഹാർഡ് ഡിസ്ക് മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ സീഗേറ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റ് ടെക്നോളജി സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളുടെ സ്റ്റോക്കുകൾ ഒരു മിക്സഡ് പിക്ചറാണ്. ടെസ്ല 4% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആപ്പിൾ, അതുപോലെ തന്നെ ആൽഫബറ്റും സ്ലൈറ്റ്ലി വീക്കാണ്. എൻവിഡിയും സ്ലൈറ്റ്ലി വീക്കാണ്. മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ ആമസോൺ, മെറ്റ പ്ലാറ്റ്ഫോം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എൻവിഡിയ ഒരു പുതിയ ഓപ്പൺ സോഴ്സ് AI ചിപ്പ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അല്പമായോ ഫാമിലി ഓഫ് ചിപ്പ് സീരീസ് ആണ്. ഇത് ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു പുതിയ ചിപ്പ് സീരീസ് ആണ്. ഇതുവരെ ടെസ്ലയ്ക്കും ഗൂഗിളിൻ്റെ വെയ്മോയ്ക്കും മാത്രമാണ് പ്രൊപ്രൈറ്ററി മോഡൽ ഉണ്ടായിരുന്നത്. ഇത് തീർച്ചയായിട്ടും എൻവിഡിയയുടെ ഈ പുതിയ ചിപ്പ് തീർച്ചയായിട്ടും മറ്റ് ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ കുത്തകയായിട്ടുണ്ടായിരുന്ന ടെസ്ലയെ സംബന്ധിച്ചും ആൽഫബറ്റിൻ്റെ വെയ്മോനെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഇന്നലെ ടെസ്ല താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഡാറ്റാ സെൻറ്റർ കൂളിംഗ് രംഗത്ത് വീണ്ടും ഒരു ഡിസ്റപ്ഷൻ വരികയാണ്. AI ഡിസ്റപ്ഷൻ തന്നെയാണ്. എൻവിഡിയ അവിടെയും ഒരു പുതിയൊരു ചിപ്പ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേറാ റൂബിൻ എന്ന് പറയുന്ന ഒരു ചിപ്പ് സീരീസാണ്. ഈ ചിപ്പുകൾക്ക് വലിയ കൂളിംഗ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൂളിംഗ് സൊല്യൂഷൻസ് നൽകുന്ന, ഡാറ്റാ സെൻറ്ററിലേക്ക് കൂളിംഗ് സൊല്യൂഷൻസ് നൽകുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ 5 മുതൽ 10% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഡാറ്റാ സെൻറ്റർ കൂളിംഗ് റിലേറ്റഡ് രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അതാത് കമ്പനികളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ ന്യൂസ് റോസ് ഈ സെക്ടർ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. സിൽവർ റെക്കോർഡ് ഹൈന് അടുത്ത് വരെയൊക്കെ എത്തിയിരുന്നു. ഇന്ന് മോർണിംഗിൽ $81 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $4474 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. UBSന്റെ ലേറ്റസ്റ്റ് പ്രിഡിക്ഷൻ വന്നിട്ടുണ്ട്. ഈ വർഷം മാർച്ചോട് കൂടിയിട്ട് ഗോൾഡ് $5000 പെർ ഔൺസ് ക്രോസ് ചെയ്യുന്നതാണ് UBS പറഞ്ഞിരിക്കുന്നത്. 2026 ഡിസംബറോട് കൂടിയിട്ട് 5400 മുമ്പ് UBS പ്രിഡിക്റ്റ് ചെയ്തിരുന്ന ഗോൾഡ് പ്രൈസിന്റെ ടാർഗറ്റ്. ഈ ന്യൂസ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അപ്പം നവംബറിൽ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് അറൗണ്ട് 45 ടൺസ് വാങ്ങി എന്നാണ് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ലോവർ ഫിഗർ ആണ്. ഇതുകൊണ്ട് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് UBS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രഡിക്ഷൻസ്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ ഗോൾഡ് പ്രൈസിൽ വീണ്ടും മുന്നേറ്റം ഉണ്ടാക്കിയേക്കാം. അതേസമയം സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസ് ലോസ് ആണ് ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോളാർ മോഡ്യൂൾസിലൊക്കെ കോട്ട് ചെയ്യുന്നത് സിൽവറാണ്. അത് മാറ്റി ബേസ് മെറ്റൽസ്, പ്രത്യേകിച്ച് കോപ്പർ പോലുള്ള മെറ്റൽസ് കൊണ്ട് കോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചൈനയിലെ സോളാർ രംഗത്തുള്ള കമ്പനികൾ. തീർച്ചയായിട്ടും ഇത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡിനെ ഇമ്പാക്റ്റ് ചെയ്യും. സിൽവറിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ സിൽവർ ഒരു പക്ഷേ വൊളാറ്റിലിറ്റി കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ കോപ്പർ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം പുതിയ 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിങ്ക് പുതിയ റെക്കോർഡ് ഹൈനടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഒപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ പെർഫോമൻസ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. $US അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത് 90.18 രൂപ പെർ ഡോളറിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് പേഴ്സ് നോക്കുകയാണെങ്കിൽ ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡ് 3 പുതിയ ബയോസിമിലർ ക്യാൻസർ ഡ്രഗും കൂടി ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ ക്യാൻസർ ഡ്രഗ് പോർട്ട്ഫോളിയോ 17 ഉയരുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോങ് റണ്ണിൽ ബയോകോണെ സംബന്ധിച്ച് Q3 ബെസ്റ്റ് എവർ സെയിൽസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25% ഇയർ ടു ഇയർ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം നമ്മൾ SME IPO മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തിരുന്ന ഗാബിയോൺ ടെക്നോളജീസ് ആദ്യത്തെ ദിവസം 61.66 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 82.25 ടൈംസാണ് റീറ്റെയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. PSU കമ്പനിയായ ഭാരത് കോക്കിംഗ് കോളിൻ്റെ ഇഷ്യൂ പ്രൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 23 രൂപ മാത്രമേ ഉള്ളൂ ഇഷ്യൂ പ്രൈസ് വരുന്നത്. തീർച്ചയായിട്ടും ഹ്യൂജ് സബ്സ്ക്രിപ്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് 9-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 13-ാം തീയതിയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകൾക്ക് ഡിവിഡൻഡ് നൽകാനുള്ള പരിധി RBI ഇൻക്രീസ് ചെയ്തേക്കും. ഇപ്പം 40%, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ 40% വരെ മാത്രമാണ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് 75% വരെ ഉയർത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും PSU ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ PSU ബാങ്കുകളിൽ നിന്ന് ഹയർ ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. സീമെൻസും NVIDIയും തമ്മിലൊരു അലയൻസ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ AI സിസ്റ്റത്തിന് വേണ്ടിയാണ്. സീമെൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടൈറ്റൻ Q3 സെയിൽസ് ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 40% ടോട്ടൽ ഇൻക്രീസ് വന്നിരിക്കുന്നത് സെയിൽസിൽ. ഓവർസീസ് സെയിൽസ് 79% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ജുവലറി സെയിൽസ് 41% ഇൻക്രീസ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 3399 ഉയർന്നിട്ടുണ്ട്. Q3 54 ഷോറൂമുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സെങ്കോ ഗോൾഡ് 51% ഇയർ ടു ഇയർ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 196 ഷോറൂംസാണ് സെങ്കോ ഗോൾഡിനുള്ള. 4 ഷോറൂംസ് കഴിഞ്ഞ ക്വാർട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 20 ഷോറൂംസും കൂടി ഈ മാർച്ചിന് മുമ്പ് ആഡ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും ഇതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. JD കേബിൾസ് 244 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയാണ്. JD കേബിൾസ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് CLS അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 450 രൂപയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സാണ്. 107.63 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1739.35 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോൾഡ് ഒരു പക്ഷേ വീണ്ടും നല്ല രീതിയിൽ മുന്നേറിയേക്കാം അടുത്ത ദിവസങ്ങളിൽ. അതേസമയം സിൽവറിൽ നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി കണ്ടേക്കാം. കോപ്പർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയുണ്ട്. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.